സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഞാൻ അധികമായി ഗീയും ഓയിലും ഒന്നും ഉപയോഗിക്കാറില്ല, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കൊളസ്ട്രോളിനെ പേടിച്ചിട്ടാണ്, അതാണ് ഞാൻ 1 ടീസ്പൂൺ ഗീ എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കാം, ഒരു 5 ഗ്രാമ്പു ഇടാം, 2 ഏലക്കായും ഇടാം, 2 കഷ്ണം പട്ട ഇടാം, ഒരു വയനയിലയും ഇടാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് ഒരു വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന സിമ്പിളായ നെയ്ച്ചോറാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ സവാളയും പച്ചമുളകൊന്നും ഇങ്ങനെ ഇടാറില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു വ്യത്യസ്തമായ നെയ്ച്ചോറ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വറുത്ത ശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ 3/4 ടീസ്പൂണാണ് ഇട്ടത്. ഇനി ഇതൊന്ന് അടച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയാണ് വറുത്തിടാൻ എടുത്തത്. അണ്ടിപ്പരിപ്പ് ഒന്ന് ആയി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവോള കൂടി വറുത്തെടുക്കാം. സവാള നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വറുത്തിട്ടാൽ മതി. ഈ നെയ്ച്ചോറിന് സവാള വറുത്തിടേണ്ട ആവശ്യമില്ല. എനിക്ക് സവാളയുടെ മണം വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വറുത്തിടുന്നത്. സവാളയുടെ വറുത്തിട്ട മണം ചോറിലേക്ക് കയറാൻ വേണ്ടിയാണ്. സവാള ചോറിൻ്റെ അടിയിലാണ് ഇടേണ്ടത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകൾ ഭാഗത്ത്. ഇതുപോലെ ബ്രൗൺ കളർ ആവുമ്പോൾ മാറ്റിവെക്കാം. ഇനി വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി അവസാനമായി 1 ടീസ്പൂൺ ഗീ എടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തിരക്കുള്ളപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറുണ്ടാക്കൂ. അച്ചാറും പപ്പടവും കൂട്ടി കഴിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.